എടേ നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നം? ഒരു പ്രശ്നമില്ല. രതീഷ് നിന്നെ കുറിച്ച് അതൊന്നും അല്ലല്ലോ അവിടെ പറയണത്. എന്താന്ന് പറയണ? നിന്നെ കുറിച്ച് ഒരുപാട് കുറ്റം അവിടെ രണ്ടും കൂടെ സംസാരിക്കണുണ്ട്. കൊള്ളാം. നീ കാര്യം എന്താണെന്ന് അറിയണം. ആ ബ്യൂട്ടിഫുൾ നായിന്റെ മോയില്ലേ, ആര്? രതീഷാ? അവൻ തന്നെ എന്നെ ഒരു ദിവസം നട്ടുച്ചയ്ക്ക് വിളിച്ചിട്ട് പറയാണ് ഒന്ന് വീട്ടിലോട്ട് പറഞ്ഞ അത്യാവശ്യം. അപ്പൊ ഞാൻ കേൾക്കണ എന്ത് കാര്യം, അത് കാര്യം അങ്ങ് വന്നിട്ട് പറയാന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു എന്നാ വരണ വഴിക്ക് ആ രഘുവണ്ണന്റെ കടയിൽ മുട്ട പൊരിക്കാനുള്ള എണ്ണയും വാങ്ങിയോണ്ട് ചെല്ലാൻ പറഞ്ഞു. എണ്ണയില്ലേ? രഘുവണ്ണന്റെ എണ്ണയിലെ അവന്റെ മുട്ട പൊണിയും. ഞാൻ ഒരു വീട്ടിൽ കയറി പോണേല്ലേ എന്നും അത് രഘുവണ്ണന്റെ കടയിൽ സ്വർണ്ണത്തിന്റെ വിലയുള്ള എണ്ണയും വാങ്ങിച്ചോണ്ട് അവന്റെ വീട്ടിൽ ചെല്ലാൻ കയറി കൊടുത്തു. സ്വാഭാവികം. എന്റെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിച്ച മേശപ്പുറത്തോട്ട് വെച്ചിട്ട് എന്റെ അടുത്ത് പറയുകയും ഞാൻ പൊണിപ്പാൻ വെച്ചിരുന്ന മുട്ട തറയിൽ വീണ് എന്റെ കട്ടിലിലോട്ട് പോയി ഒന്ന് കുനിഞ്ഞെടുത്ത് തരുമോ. ഞാൻ ഉണ്ടാ മണ്ടായി തറയിൽ വീണാ പൊട്ടാത്ത മുട്ടയും തപ്പി കട്ടിൻ്റെ അടിയോട് ചെന്ന് കുഞ്ഞു കൊടുത്തു. അത്ര തന്നെ ഓർമ്മ. എന്നിട്ട് എന്തോന്നാ കയ്യറ പാൻറ് പിടിക്കല്, പാൻറ് എന്നാ ചട്ടീനെങ്ങാനത്തോടെ തിണ്ടി നിന്റെ കൈ ഞാൻ വിട്ടു. നമ്മളെ രതീഷാ? നമ്മൾ രതീഷല്ല, നാട്ടുകാരുടെ കുണ്ടേഷ്. എന്നിട്ട് നിന്നെല്ലാം ചെയ്താ? ഇല്ലല്ലേ, ഞാൻ ഇട്ടുന്ന ചട്ടിയിൽ ഇറങ്ങി ഓടി. ബ്യൂട്ടിഫുൾ നായിന്റെ രണ്ട് വാണങ്ങളും കൂടെ അവിടെ കിടന്ന് ഉരിക്കാണ് കേട്ടാ നമ്മളാ. തന്നലെയാ തന്നെ. ഇമാര് ഇത്ര വലിയ സെറ്റുകളാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാനും അറിഞ്ഞില്ലടാ. ഇമാരായിട്ട് ഒരു കമ്പനിയും വേണ്ട. ഇല്ല നമുക്ക് മതി, നമ്മളെ മാത്രം മതി ചേട്ടാ. പിന്നെ എനിക്ക് അതല്ലേടാ ആവശ്യം, നമ്മള് മാത്രം മതി. ഇനി ഇമാരായിട്ട് ഒരു കമ്പനിയും വേണ്ട. ഓ എടാ പിന്നെ രഘുവിന്റെ കട വന്നിടത്തന്നെ കുറച്ച് എണ്ണ വാങ്ങിക്കേ. എന്തിനാളിയാ? മുട്ട പൊരിക്കാനടേ. ഓ നിർത്താം. തെറ്റകള് അളിയാ റജിയം കൊണ്ടല്ലേ പോണത്. വെറുതെ എന്തോ. നീ ആ റജിയെ വിളിച്ച് പറ എണ്ണ വാങ്ങിക്കുമ്പോ 450 ക്യാര വേണ്ട, 10 പാരച്ചൂട്ട് മതിയല്ലോ. അളിയാ റജി ഇങ്ങ വന്നാണ്ടാ? എന്താളിയാ ഇങ്ങ വന്നാണ്ട ഇപ്പൊ പോടാ, അത്യാവശ്യം. പൊരിക്കാൻ വെച്ചിരുന്ന മുട്ട ഉരുണ്ട് കട്ടിൻ്റെ അടി വന്നിട്ട് എടുക്കോടാ. അത്രേ ഉള്ള? ഓ